ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതയാത്രയിൽ വാഗ്ദാന പേടകവും വാഗ്ദാന പേടകത്തിൽ നിന്ന് ഉയരുന്ന മേഘച്ചുരുളുകളും അവർക്ക് വഴികാട്ടിയായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം വഴികാട്ടിയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ പ്രാർത്ഥനയോടെ വിറയലോടെ ആയിരിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സംഖ്യയുടെ പുസ്തകത്തിന്റെ വിവരണ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്നേഹമുള്ളവരെ, സംഖ്യയുടെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിന്റെ വിവരണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇസ്രായേൽ ജനം സീനായ് മല കടന്ന് വാഗ്ദാനത്തിലെ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മുൻപേ പോകുന്നത് വാഗ്ദാന പേടകമാണ്. ആ പേടകത്തെ അടുത്ത് അനുധാവനം ചെയ്യുന്നത് ചെങ്കോൽ യൂദയായി വിട്ടുപോവുകയില്ല എന്ന് യാക്കോബ് ആർക്ക് അനുഗ്രഹം കൊടുത്തുവോ ആ യൂദ ദേശമാണ് അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്. ആ യൂദായുടെ പിന്നാലെയാണ് ഇസ്രായേൽ ജനത്തിന്റെ ഓരോ ഗോത്രങ്ങളും യാത്ര ചെയ്യുക. ഇത് അർത്ഥമാക്കുന്നത് വലിയൊരു അനുഭവമാണ്. ഒരു യൂണിവേഴ്സലിസ്റ്റിക് സാൽവേഷനെ കുറിച്ചുള്ള വിചിന്തനമാണ് പറയുന്നത്. ഇസ്രായേൽ ജനം എല്ലാ ജനങ്ങളും ഒന്നു ചേർന്ന് ജൂദയായിലേക്ക് വരികയും അവർ എല്ലാവരും ഏക ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കാണുക. ഹോസിയയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അവസാന നാളുകളിൽ എല്ലാ ഇസ്രായേൽ ജനതയും തിരിച്ചു വന്ന് ഏക ദൈവമായ കർത്താവിനെയും ദാവീദ് എന്ന് പറയുന്ന രാജാവിനെയും അവർ അന്വേഷിക്കും. ദാവീദ് എന്ന് പറയുന്ന രാജാവിലൂടെ ജൂദയ ഗോത്രത്തിലൂടെയാണ് എല്ലാ ജനതകൾക്കും പ്രതീക്ഷയ്ക്ക് കാരണമായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സക്രിയയുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ തിരുവചനം പറയുന്ന ഇപ്രകാരമാണല്ലോ: അവസാന നാളുകളിൽ കർത്താവിന്റെ ജെറുസലേമിലേക്ക് എല്ലാ ദേശങ്ങളും അടുക്കും. അപ്പോൾ യൂദയാ ഗോത്രത്തിലുള്ള ഒരാൾ ദേവാലയത്തിലേക്ക് കയറിപ്പോകും. ആ ഗോത്രത്തിൽ, ആ യൂദയാ ഗോത്രത്തിൽ പോകുന്ന ദേവാലയത്തിലേക്ക് പോകുന്ന അവന്റെ മേലങ്കിയിൽ പിടിച്ചിട്ട് 10 വിജാതിരായിട്ടുള്ള ആളുകൾ പറയും, ഞങ്ങളും നിന്നോടൊപ്പം ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുന്നു, കാരണം ദൈവം അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ജൂദയാ ഗോത്രത്തിലൂടെയാണ് എന്നുള്ള ആഴമായ ഉൾക്കാഴ്ച നൽകുന്ന ഒരു പ്രൊസഷനാണ് 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അതിന്റെ ഒരു എസ്കത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു വിഷനാണ് എസെക്കിയേലിന്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കിട്ടിയിരിക്കുന്നത്. ആ എസ്കത്തോളജിക്കൽ വിഷൻ ഇപ്രകാരമാണല്ലോ. ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് 40 മുതലുള്ള അധ്യായങ്ങളിൽ പറയുന്നത്, ടെമ്പിൾ വിഷനിലൂടെ പറയുന്നത്. അവിടെ 48-ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും ഓരോ ഗോത്രങ്ങളും, റൂബനും ഗാദും മനാസയുടെ അർത്ഥഗോത്രവും ഒക്കെ ജൂദയ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ അടുത്തേക്ക് വരും. ആ ജൂദയാ ഗോത്രത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന തെറുമ എന്ന് പറയുന്ന സാങ്ച്വറിയിലേക്ക് എല്ലാ ഗോത്രങ്ങളും കടന്നു വന്ന് ആ സാങ്ച്വറിയിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. ഈ ആരാധനയാണ് എക്സോഡസിന്റെ പുസ്തകത്തിന്റെ പൂർണ്ണത എന്ന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏക ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തിലേക്ക് ദൈവത്തിന്റെ ജനം കടന്നു വരുന്നു. അത് ജൂദയാ ഗോത്രത്തിലൂടെയാണ് കടന്നു വരിക. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ ജൂദയാ ഗോത്രത്തിന്റെ പ്രാധാന്യം ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് കടന്നു വരിക. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹ, ആ മിശിഹായാണ് എല്ലാ വിജാതിരെയും സ്വജാതിരെയും ഒന്നിപ്പിക്കുകയും പിതാവിന്റെ അടുത്തേക്ക് നമുക്കൊക്കെ സ്ഥാനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈശോയിലൂടെ, ദാവീദിലൂടെ ഉത്ഭവിച്ച ആ ദൗത്യം, അല്ലെങ്കിൽ ജൂദയാ ഗോത്രത്തിലൂടെ കടന്നു വന്ന ദൗത്യം ദാവീദിലൂടെ പൂർത്തിയാക്കി ഈശോയിലൂടെ അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു യൂണിവേഴ്സലിസ്റ്റിക് സാൽവേഷനെ കുറിച്ചുള്ള ഭാഗമാണ് 10-ാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. ഒന്നുകൂടെ മനസ്സിലേക്ക് തറപ്പിച്ചുകൊടുക. വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽ ജനം ആദ്യം പോകുന്നത് വാഗ്ദാന പേടകം, അതിന്റെ പിന്നാലെ തൊട്ടടുത്ത് ജൂദയാ ഗോത്രം, അതിനുശേഷമാണ് മറ്റു ഗോത്രങ്ങൾ. എല്ലാ ഗോത്രങ്ങളും ജൂദയാ ദേശത്തിലൂടെ ദൈവത്തിന്റെ വാസസ്ഥലത്തേക്ക് ആണ് പ്രവേശിക്കുന്നത് എന്നുള്ള ആഴമായ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്ന
ഒരു യൂണിവേഴ്സലിസ്റ്റിക് സാൽവേഷൻ നമുക്ക് നൽകുന്ന പാഠഭാഗമാണ് സംഖ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം. വീണ്ടും 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെയും ഈ ഭാഗത്തും നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 15 അധ്യായം 22 മുതൽ നമ്മൾ കണ്ട മരുഭൂമിയുടെ അനുഭവത്തിലൂടെയുള്ള യാത്രയുടെ അതേ സ്ട്രക്ചറും അതേ ഭാവങ്ങളും തന്നെയാണ്. ആ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ. ഇസ്രായേൽ ജനത്തിന് എന്തോ കുറവ് വന്നു, അവരുടെ യാത്രയിൽ കുറവ് വന്നു. ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു, അല്ലെങ്കിൽ മോശയ്ക്കെതിരെ പിറുപിറുത്തു. അതിനാൽ മോശ ദൈവത്തിന് മുമ്പാകെ പോയി പ്രാർത്ഥിച്ചു. ദൈവം ഒരു സൊല്യൂഷൻ കൊടുത്തു. അങ്ങനെ ഉള്ള സംഭവങ്ങളെ അവതരിപ്പിക്കുന്ന ചില പേരുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. എന്തൊക്കെയാണ് 11-ാമത്തെയും 12-ാമത്തെയും അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് നിൽക്കുക? ഈ അധ്യായങ്ങളിൽ 3 പ്രധാനപ്പെട്ട പരാതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മരുഭൂമി അനുഭവത്തിന്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. 1-ാമത്തെ പരാതി ഇപ്രകാരമാണ്: ജനം കർത്താവിനെതിരെ പിറുപിറുത്തു, ദൈവം അഗ്നി അയച്ചു, മോശ മാധ്യസ്ഥം വഹിച്ചു, ആ സ്ഥലത്തിന് തബേര എന്ന് പേരിട്ടു. ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു വിവരണമാണ് 12-ാം അധ്യായം 1 മുതൽ 15 വരെ നൽകപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ പരാതിയാണ് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മോശയുടെ സഹോദരിയായ മിരിയാം കർത്താവിനെതിരെ പിറുപിറുത്തു, അല്ലെങ്കിൽ മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശ ഈ മിരിയാമിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അങ്ങനെ കുഷ്ഠം അവളെ വിട്ടുമാറി. ഇതുപോലെ തന്നെയാണ് ഘടന കാണുന്നത്. 3-ാമത്തെ പരാതി: ഇസ്രായേലിൽ ആവശ്യമായ മാംസം മരുഭൂമി ലഭ്യമായില്ല, കർത്താവിന്റെ ക്രോധം ആളിക്കത്തി, മോശ മാധ്യസ്ഥം വഹിച്ചു, ദൈവം അവർക്ക് കാടപ്പക്ഷികളെ നൽകി. ഈ 3 പരാതികളും ഒരേ ഘടനയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകത്തിന്റെ അതേ ഘടനയും അതേ പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത്. 1-ാമത്തെ ഭാഗം നമ്മൾ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. തബേര എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് പറയുകയാണ്. ഈ 2 അർത്ഥങ്ങളുണ്ട്. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ ദൈവം അഗ്നി ഇറക്കി എന്നുള്ള 1-ാമത്തെ അർത്ഥം. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ ദൈവം അഗ്നി ഇറക്കി. 2-ാമത് മരുഭൂമി അനുഭവത്തിനെതിരെയുള്ള ജനത്തിന്റെ വികാര വിക്ഷോഭമായി, അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നിയായി ഈ വാക്കിനെ അവതരിപ്പിക്കാം. മരുഭൂമി അനുഭവത്തിൽ അവർക്കുണ്ടാകുന്ന വികാരങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ വാക്കിന് തബേര എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. അഗ്നി ഇറക്കി നശിപ്പിച്ചു. ഇനി സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽക്കാർ പലരും മരിച്ചു വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് ഒരു കാര്യം കൂടി പറയുന്നത് ഇപ്രകാരമാണ്: എങ്ങനെയാണ് ഇസ്രായേൽ ജനം ഈ 40 വർഷത്തിലൂടെ യാത്ര ചെയ്യുന്നത്? ധാരാളം ആളുകൾ മരിച്ചു വീഴുന്നു, ധാരാളം ആളുകൾ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇസ്രായേൽക്കാർ മരിച്ചു വീഴുന്നു? മരിച്ചു വീഴാനുള്ളതിന്റെ കാരണം, അവർ വാഗ്ദാന ദേശം കാണാൻ സാധിക്കാത്തതിന്റെ കാരണം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത് കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലും ഇതുപോലെയാണ്. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവൻ ദൈവരാജ്യത്തിന് അവകാശിയായിട്ട് വരികയില്ല. അതാണല്ലോ ഈ സുവിശേഷത്തിലൂടെ ഒക്കെ പറയുന്നത്. കർത്താവിനെതിരെ സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് വിമുക്തമായ ഒരു ഹൃദയത്തോടുകൂടി ആയിരിക്കണം. ഈ സാഹചര്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ 1-ാമത്തെ പരാതിയിലൂടെ ചെയ്യുന്നത്. 2-ാമത്തെ പരാതി ഇപ്രകാരമാണ്: ഈ ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം വേണം, അവർക്ക് ഇറച്ചി വേണം. ഇറച്ചി കിട്ടാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. ആ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോൾ അവര് ദൈവസമക്ഷം അറിയിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോശ ചെയ്യുന്നു. ഒന്ന്, ജനത്തിനു വേണ്ടി വിലപിക്കുന്ന മോശ തൻ്റെ തന്നെ പോരായ്മകളെക്കുറിച്ചും നേതൃത്വത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അറിയിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ഗോത്രത്തിന് 70 ശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുത്ത് കൽപ്പിക്കുന്നു. അതിനുശേഷം ദൈവമായ കർത്താവ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ് 2 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ മോശ ഇസ്രായേൽക്കാരോട് പറയുകയാണ്, മോശയ്ക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്? ഇതൊക്കെ പറയുമ്പോഴത്തേക്കും കർത്താവ് പറയാം, ഞാൻ അവിടുന്ന് കാറ്റയക്കുകയും ആ കാറ്റിലൂടെ മാംസം കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് കാടപ്പക്ഷികളെ അയക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കാടപ്പക്ഷികളുടെ അനുഭവം തന്നെയാണ് ഇവിടെയും അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരുന്നത്.
രണ്ടും ഒരേ പാരമ്പര്യത്തിൽ നിന്നാണ് കടന്നു വരിക. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് കാടപ്പക്ഷികളെ അയച്ചത്? ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാദത്തിൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം ആളിക്കത്തി മോശയ്ക്ക് നീരസം ജനിച്ചു. എന്നിട്ട് പറയുന്നു, കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. 33-ാമത്തെ വാക്യം നോക്കി, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. നോക്കിക്കേ, ഇവിടെയൊക്കെ കാണുന്നത് എങ്ങനെയാണ് കാടപ്പക്ഷികൾ കടന്നിരിക്കുന്നത്? ദൈവം കാറ്റയച്ചു. ആ കാറ്റിൽ നിന്ന് ദൈവം സമുദ്രത്തിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിന് ചുറ്റും 2-3 ഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. അവരെല്ലാം ഇത് ആർത്തിയോടെ എടുത്തു ഭക്ഷിച്ചു. മൂക്കിലൂടെ ഓക്കാനം വായിൽ വരുന്നത് വരെ അവർ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാടപ്പക്ഷി ഇത് പല രീതിയിലായിട്ടാണ് ഇത് കിടക്കുന്നത്. 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒന്നാമത്തെ ഭാഗം വായിക്കുന്നത് ഇവർക്ക് ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് കാണുന്നത് 31-ാമത്തെ വാക്യത്തിലാണ്. ദൈവം ഒരു കാറ്റയച്ച് ആ കാറ്റിലൂടെ കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ആകപ്പാടെ വിഷമിച്ച് പറയുകയാണ്. എന്താ ഈ പറയുന്നത്? ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോൾ മോശ ഓടിച്ചെന്ന് കർത്താവിന് മുമ്പിൽ വിഷമത്തോട് പറയുന്നു, ഈ ജനത്തെ ഞാനാണോ ഗർഭം ധരിച്ചത്? എന്നിട്ട് ചോദിക്കുക, എന്തേ ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ തോളിൽ തന്നെ ചുമത്തിയിരിക്കുന്നു? ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ വലിയ ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? മോശ ആപ്പാടെ വികാര വിക്ഷോഭിതനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മോശയുടെ മുമ്പിൽ ദൈവമായ കർത്താവ് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. നീ ഈ ശ്രേഷ്ഠന്മാരുന്ന ആളുകളിൽ നിന്ന് 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുക. 70 ശ്രേഷ്ഠന്മാർ, അത് ഓരോരുത്തരും ഓരോ ജോലി ചെയ്യട്ടെ. 70 ശ്രേഷ്ഠന്മാർക്ക് നിനക്ക് നൽകിയ ആത്മാവിന്ന് റൂഹായിൽ നിന്ന് ഞാൻ ഒരു ഭാഗം ഇവർക്കും കൊടുക്കും. അതുവഴിയായിട്ട് അവരും പ്രവചിക്കും, അവരും ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറും, അവരും ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തക്ക വിധം നീ കെൽപ്പുള്ളവനായിട്ട് മാറും. ഈ 2 ഭാഗങ്ങളും നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ ഒരു വചനഭാഗം നമ്മളെ കൂടുതലായിട്ട് ഇത് 2 ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്നതായിട്ട് കാണും. അത് ആ വചനഭാഗമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കും. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ഇസ്രായേൽ ജനതയുടെ ന്യായാധിപന്മാരെ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണെങ്കിൽ, അതേ ആത്മാവിലൂടെയാണ് ജനം ഭക്ഷണിച്ച് തൃപ്തരാകുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് സഭയിലെ നേതാക്കന്മാർ കടന്നു വരുന്നത്. സിക്കിനെ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നത്. ഈ ശ്രേഷ്ഠന്മാരുടെ ദൗത്യമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവരാണ് യഥാർത്ഥത്തിൽ ദൈവിക നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതും ദൈവിക നിയമങ്ങളെ രൂപീകരിക്കുന്നതും ഒക്കെ ഇവരെ തന്നെയാണ്. ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ബേത്ത് അവോത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഭവനത്തിൽ ഈ സിക്കിനെ ഇസ്രായേൽ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ താമസിക്കുകയും ദൈവിക നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമായ ബാബിലോൺ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം എങ്ങനെയാണ് ശ്രേഷ്ഠന്മാർ സഭയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ 11-ാമത്തെ അധ്യായം. അപ്പോൾ 11-ാമത്തെ അധ്യായം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ. ഒന്ന്, എങ്ങനെയാണ് തബേര എന്ന് പറയുന്ന ദേശമുണ്ടാകുന്നത്, എങ്ങനെയാണ് ശ്രേഷ്ഠന്മാരുണ്ടാകുന്നത്, എങ്ങനെയാണ് കർത്താവ് കാടപ്പക്ഷിയെ കൊടുക്കുന്നത്. തബേര ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ കോപം കൊണ്ടാണ്. ഇസ്രായേൽ ദൈവത്തിനെതിരെ തിരിയുന്നത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നു. മോശ മാധ്യസ്ഥം വഹിക്കുന്നു. 2, മോശയുടെ മുമ്പിൽ
പരാതിയുമായിട്ട് ഉയരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ആ പരാതി സ്വീകരിക്കുകയും കാടപ്പക്ഷിയെ കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മോശ ദൈവത്തിന് മുമ്പിൽ വെച്ച പരാതിക്ക് ദൈവം മോശയെ അനുഗ്രഹിക്കുകയും മോശ വഴിയായി 70 ശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുക്കുകയും അവർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുകയും ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ സമൂഹത്തെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാക്കി മാറ്റുന്നു. മുൻപോട്ടുള്ള അവരുടെ യാത്രയിൽ അവരെ സുഗമമാക്കി കൊണ്ടുപോകുന്നു. ഇതാണ് ഒന്നാമത്തെ വചനഭാഗത്ത് കാണുക. 12-ാമത്തെ അധ്യായം ഇതുപോലെ തന്നെ ഒരു വലിയ പരാതിയുടെ പേരിലാണ് കാണപ്പെടുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മനോഹരമായ മറ്റൊരു ചിന്തയാണ്. 12-ാമത്തെ അധ്യായത്തിൽ മിരിയാമിൻ്റെ കുഷ്ഠരോഗത്തെ കുറിച്ചാണ് കാണുന്നത്. എന്താണ് മിരിയാം ഇവിടെ പറയുന്നത്? മിരിയാം പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: മോശ നല്ല നടപ്പുകാരനല്ല. മോശയുടെ സഹോദരിയാണ് മിരിയാം, മോശയുടെ സഹോദരനാണ് അഹറോൻ. മോശ ഈ ഇസ്രായേൽ ജനത്തിൽ നല്ല നടപ്പ് നടത്തുന്നില്ല. കാരണം മോശയ്ക്ക് ഒരു കുഷ്യ സ്ത്രീയുമായിട്ട് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനാൽ മറ്റ് ഇസ്രായേലിൻ്റെ നിയമം അനുശാസിക്കുന്നത് അനുസരിച്ച് ഈ മനുഷ്യൻ ഒരു കാരണത്താലും ഇസ്രായേലിൻ്റെ സമൂഹമായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല എന്ന് സൂചിപ്പിക്കുകയാണ് മിരിയാം ചെയ്യുന്നത്. അപ്പോഴാണ് മിരിയാമിനെതിരെ കർത്താവിൻ്റെ ക്രോധം ആളിക്കത്തുന്നത്. എന്നിട്ട് പറയുന്നു, മോശയ്ക്ക് എല്ലാവിധ അതോറിറ്റിയും അധികാരവും കൊടുത്തിരിക്കുന്നു. കാരണം ദൈവമായ കർത്താവിനെ മുഖത്തോട് മുഖം ചേർന്ന് കണ്ടവനാണ് മോശ. അവൻ്റെ എല്ലാ ബലഹീനതകളും മാറ്റി വെച്ചുകൊണ്ടാണ് കർത്താവിന് അധികാരം നൽകിയിരിക്കുന്നത്. ഇതേ അധികാരം തന്നെയാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. അമലേക്കിനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന മാധ്യസ്ഥത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കി. ആ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ വിജയം വരിച്ചു. മോശ കൈകൾ താഴ്ത്തിയപ്പോഴോ ഇസ്രായേൽ ജനത്തിന് നാശം സംഭവിക്കുന്നു. ഇപ്രകാരം ദൈവമായ കർത്താവിൻ്റെ അധികാരത്തോടു കൂടിയാണ് ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതാണ് മോശയ്ക്ക് കൊടുക്കുന്ന അധികാരം. 3-ാമത്തെ അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന മോശയുടെ അധികാരത്തെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ടും പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. അതാണ് 12-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. 3-ാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ജനം വാഗ്ദാന നാട് ഉറ്റുനോക്കുന്ന രംഗമാണ്. ഒരു പ്രത്യേക സ്ഥലത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത്. പാരാൻ മരുഭൂമിയിൽ നിന്ന് സിൻ മരുഭൂമിയിലേക്കുള്ള ഇസ്രായേൽക്കാരുടെ യാത്രയാണ് സൂചിപ്പിക്കുക. പാരാൻ എന്ന് പറയുന്ന മരുഭൂമിയിൽ നിന്ന് സിൻ മരുഭൂമിയിലേക്കുള്ള ഇസ്രായേൽക്കാരുടെ യാത്ര സംഖ്യയുടെ പുസ്തകം 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. 13ഉം 14ഉം അധ്യായങ്ങൾ പാരാൻ മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ട് ഉറ്റുനോക്കാൻ വേണ്ടി മോശ ചാരന്മാരെ പറഞ്ഞു വിടുന്നതും അവർ തിരിച്ചു വരുന്നതും അവർ നൽകുന്ന റിപ്പോർട്ടുമൊക്കെയാണ് 13-14 അധ്യായങ്ങളെങ്കിൽ 16-19 അധ്യായങ്ങൾ സൂചിപ്പിക്കുന്നത് അഹ്റോന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്ന കാലഘട്ടത്തിൽ എപ്രകാരമാണ് അഹ്റോന്റെ പൗരോഹിത്യത്തെ പുനഃസ്ഥാപിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ഭാഗമാണ്. അവിടെയാണ് നമ്മൾ കാണുന്ന കൊറാഹും ദാത്താനും അതുപോലെ തന്നെ കോറഹും റൂബൻ ഗോത്രത്തെ എലിയാബിൻ്റെ പുത്രനായ ദാത്താൻ, അബീറാം എന്നിവരും പെലത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും ചേർന്ന് അഹ്റോനെതിരെ നടത്തുന്ന പരാതി. ഈ പരാതി കർത്താവ് കേൾക്കുകയും പരാതിപ്പെട്ടവരെ കർത്താവ് ശിക്ഷിക്കുകയും അഹ്റോനെ ഉയർത്തുകയും അഹ്റോന്റെ പുഷ്പിച്ച വടി ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് പ്രധാനമായിട്ടും നമ്മൾ 16-ാമത്തെ അധ്യായത്തിൽ കാണുക. അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം 13-14 അധ്യായങ്ങളുടെ പ്രതിപാദനത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് 13-14 അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത? വാഗ്ദാന ദേശം ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട് മോശ ഇസ്രായേൽ ജനതയെ
മരുഭൂമിയിൽ കാദഷ് എന്ന സ്ഥലത്ത് ദീർഘകാലം അധിവസിച്ചതിനെക്കുറിച്ചും മരുഭൂമി യാത്ര 40 വർഷം നടത്തിയതിനെക്കുറിച്ചുമുള്ള വിവരണമാണ് ഈ അധ്യായങ്ങളുടെ ഉള്ളടക്കം. വാഗ്ദാന ദേശം ഉറ്റുനോക്കാൻ മോശ ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാരെ അയക്കുന്നു. വാഗ്ദാന ദേശം ഉറ്റുനോക്കാൻ മോശ ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാരെ അയക്കുന്നു. ഒരു ശ്രേഷ്ഠന്മാർ യാത്ര ചെയ്തപ്പോൾ അവർ കാണുന്നത് വാഗ്ദാന ദേശത്തേക്ക് പോവുകയാണ്. അവർ കാണുന്നത് അനാക്കിമിന്റെ മക്കളെയാണ്. ആരാണ് ഈ അനാക്കിമിന്റെ മക്കള്? അനാക്കിം എന്ന് പറയുന്നത് ജൈജാന്റിക് ഫിഗേഴ്സ് എന്നാണ് സാധാരണയായിട്ട് വിശേഷിപ്പിക്കുക. അവിടെയുള്ള ഏറ്റവും നീളവും വണ്ണവും ഒക്കെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ അനാക്കിമിന്റെ മക്കളെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ തിരികെ പെട്ടെന്ന് ഈ മരുഭൂമിയിലേക്ക് തിരിച്ചു വന്ന് മോശയുടെ അടുത്ത് നടത്തുന്ന റിപ്പോർട്ട് അതിഭയങ്കരമായ റിപ്പോർട്ടാണ്. അതിന് മോശ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഭാഗവും വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഈ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ അനുഭവത്തിലൂടെ നയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമതകളും ദൈവവും മോശയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയും ഒക്കെ കുറിക്കുന്ന വചനഭാഗങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മോശയ്ക്കും ദൈവത്തിനും ഇടയിലുള്ള ആ ബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവമായ കർത്താവ് അംഗീകരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ അംഗീകാര മുദ്ര മോശയിൽ പതിച്ചിരിക്കുന്നു. ആ മോശയിലൂടെ ദൈവം നടത്തുന്ന ദൈവിക വെളിപാടിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.